എന്തായാലും ഈ കടുവയെ പിടികൂടാൻ വൈകുന്നതിൽ ആശങ്കയുണ്ട് പ്രദേശവാസികൾക്ക് എന്നുള്ളതാണ്. പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് പേടിയുണ്ട്, പിടിക്കണം, കണ്ടിപ്പായിട്ട് പിടിക്കണം. നമുക്ക് പേടിയാ. അപ്പൊ അത് പിടിച്ചാലല്ലേ നമുക്ക് വെളിയിറങ്ങാൻ പറ്റത്തുള്ളൂ. 3 ദിവസമായിട്ട് വീടിന്റെ അകത്തായിരിക്കും. ഇവിടെ എവിടെ ഇങ്ങനെ കാണും, പിടിക്കണം. അവരൊന്നും ചെയ്യുന്നില്ല, കണ്ടിപ്പായിട്ട് പിടിക്കണം. അത് ഇന്നലെ വന്ന് പിടിച്ചായിരുന്നു, ഇഞ്ചക്ഷൻ ഇടാന്ന് പറഞ്ഞു. പിന്നെയും കണ്ടു 3-ാം തീയതി ഇതുപോലെ വന്നതാണ്. അപ്പോ ഇതെങ്ങനെയാ പറഞ്ഞിട്ടോ 1 ദിവസം കണ്ടിട്ടുള്ളതാ സാർ. ഇവിടെ തന്നെ ഉണ്ട്. പേടിയുണ്ട്. പിന്നെ പേടിയില്ലായിരിക്കും. പിന്നെ കൂടിയ സീക്കിരം നീங்க പിടിക്കണം. പിടിക്കണം, ഉറപ്പായിട്ട് പിടിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് ഒത്തിരി ബുദ്ധിമുട്ട്. പണിക്ക് പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. വലിയ ബുദ്ധിമുട്ടല്ലേ. കൊച്ചു പിള്ളേരുണ്ട്, സ്കൂളിൽ പോകുന്ന പിള്ളേർ. അതിപ്പോ മാലിന് പറയുന്നത് പിന്നെ ഞങ്ങൾ എവിടെ മാലിനൊന്നും അറിയത്തില്ല. അവിടെ എല്ലാം ഡ്രോണൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്, ഇതുവരെ ഒന്നും കിട്ടുന്നില്ല, അറിയത്തില്ല. പിന്നെ പേടിയില്ലാതെ കാണുവോ? ഞങ്ങൾക്ക് നൈറ്റൊക്കെ കിടന്നിട്ട് വെളിയിൽ ഇറങ്ങി വരാൻ പറ്റത്തില്ല. അങ്ങനെ ബുദ്ധിമുട്ടാ ഇവിടെ. അവരും ഒത്തിരി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് കിട്ടുന്നില്ല. പിടിച്ചേ പറ്റൂ. എല്ലാവർക്കും വളരെ ഭയത്തിലിരിക്കുകയാണ്. ഇവിടെ ആരും പുറത്തോട്ട് വന്ന് അങ്ങനെ ഇറങ്ങാറില്ല. എല്ലാം ഇതായിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രതീക്ഷയില്ല. അവിടെ നിന്ന് മാറിയെന്നാണ് പറയുന്നത്. അതിന് എങ്ങോട്ടാ പോയെന്നുള്ള എല്ലാവരും ആ ഒരു രീതിയിലിരിക്കുകയാണ്. എന്തായാലും നമ്മളോടൊപ്പം സുബിൻ ഇപ്പോൾ ചേരുന്നു. സുബിൻ, ഗ്രാമീണ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയ്ക്ക് ആരംഭിച്ച പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. ജനങ്ങളുടെ ആശങ്കയാണ് നമ്മൾ കണ്ടത്. അത് മാത്രമല്ല, ഈ മൂടൽമഞ്ഞ് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്താനുള്ളൊരു ശ്രമമായിരുന്നു നമ്മൾ പുത്തൻപുലരി തുടങ്ങുമ്പോൾ രാവിലെ ഈ ദൗത്യ സംഘം ആരംഭിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ വലിയ രീതിയിലുള്ളൊരു മൂടൽമഞ്ഞുണ്ട്, അതൊരു പ്രതിസന്ധിയാകുന്നുണ്ട് എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് അവിടെ പ്രദേശവാസികൾക്കുള്ളത്. അതുമാത്രമല്ല, ഇന്നലെ കടുവയെ കണ്ട സ്ഥലത്തല്ല എന്നുള്ളത്, അതായത് കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും, തുടർന്ന് മയക്കൂടി വയ്ക്കാം എന്നുള്ള പ്രതീക്ഷയായിരുന്നു ദൗത്യസംഘത്തിന്. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഡ്രോൺ സംവിധാനം രാവിലെ മുതൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും ഈ മൂടൽമഞ്ഞ് അതിനൊരു വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. തീർച്ചയായും കടുവയുടെ കാലിന് പരിക്കേറ്റ വാർത്ത നമ്മൾ ഇന്നലെ കൊടുത്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇരപിടിക്കുന്നതിനോ കൂടിനുള്ളിലേക്ക് കയറുന്നതിനോ മറ്റു ദൂരസ്ഥലങ്ങളിലേക്കോ ഒന്നും പോകാൻ കഴിയില്ല എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. വലിയ രീതിയിൽ പരിക്കേൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നേരത്തെ തന്നെ കടുവ ഇങ്ങനെ മറഞ്ഞിരിക്കുമ്പോൾ അത്രയും ഭീതി ആ പ്രദേശത്ത് പടരുകയാണ്. അത് അത്തരത്തിലുള്ള പ്രതികരണമാണല്ലോ നേരത്തെ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാരണം ധൈര്യപൂർവ്വം ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനോ അവരുടെ ജോലിയിലേക്ക് കടക്കുന്നതിനോ ഒന്നും സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. സുബിൻ ചേരുന്നു. സുബിൻ, നിലവിലെ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? ജനങ്ങളുടെ പ്രതികരണവും എങ്ങനെയാണ്? അതുപോലെ തന്നെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വനംവകുപ്പിന്റെ തുടർ നടപടികൾ എന്തെല്ലാമായിരിക്കും? കടുവയെ കണ്ടെത്താൻ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ അവർ മുമ്പോട്ട് വെച്ചിരുന്ന ഇത്തരത്തിൽ മഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് കടുവയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രദേശത്ത് തെളിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. ഈ സമയത്ത് പോലും ഈ കടുവയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഈ കടുവയെ കണ്ടെത്തി കടുവ എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ മറ്റ് ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയൂ. ആളുകളിലും, അതായത് ഈ ഗ്രാമീണ ജനങ്ങളിലും ഒരു നേരിയ ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. ഈ കടുവ എങ്ങോട്ട് പോയി എന്നതിലാണ് ഈ ഒരു ആശങ്ക ഉടലെടുത്തിട്ടുള്ളത്. ഇന്നലെ രാത്രി ശക്തമായ നിരീക്ഷണം വനംവകുപ്പിന് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ നൽകിയിരുന്നത്. എന്നാൽ ആ ഒരു നിരീക്ഷണത്തിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ആളുകൾ പ്രകടിപ്പിക്കുന്നത്. ഇന്നലെ മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നെങ്കിൽ പോലും കൃത്യമായ നിരീക്ഷണം നടത്താൻ വനംവകുപ്പിനെ സാധിക്കുമായിരുന്നു. പക്ഷേ വനംവകുപ്പ് അത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയോ എന്നുള്ളൊരു ആശങ്കയാണ് ഇത്തരത്തിൽ ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ ഒരു ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 20 ദിവസത്തോളമായി ഒരു ആശങ്കാജനകമായ സാഹചര്യത്തിലാണ് ഇവിടുത്തെ ആളുകൾ ഉള്ളത്. ഇത്തരത്തിൽ സ്ഥിരമായി കടുവ ഈ ഒരു ജനവാസ മേഖലയിൽ എത്തുന്നു, വളർത്തു മൃഗങ്ങളെ പിടിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം, ജോലിക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. കഴിഞ്ഞ 20 ദിവസമായി ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ഗ്രാമീണ ആളുകൾ കടന്നു പോകുന്നത്. അതിന്റെ ആശങ്ക അവർക്ക് ഇപ്പോഴും ഉണ്ട്. ഇന്ന് തന്നെ പിടികൂടിയില്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ അടങ്ങിയിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇത്രയും ദിവസം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ട് അവർക്ക് അനുകൂലമായുള്ള നിലപാട് എടുത്തു. പക്ഷേ ആ നിലപാട് എടുക്കുമ്പോഴൊന്നും ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ആരോപണമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം. ഇത്തരത്തിൽ എല്ലാ ദിവസവും എത്തുന്നു, നിരീക്ഷണം നടത്തുന്നു, മടങ്ങുന്നു. അതല്ലാതെ മറ്റ് നടപടികളൊന്നും തന്നെ നടക്കുന്നില്ല. എങ്ങനെയാണെങ്കിൽ പോലും
ഈ കടുവയെ രാവിലെ മുതൽ കണ്ടെത്തിയതിനു ശേഷം നിരീക്ഷണത്തിലായിരുന്നു. ആ സമയത്ത് കടുവയെ മയക്കൂട് വെച്ച് പിടികൂടാനുള്ള സാഹചര്യങ്ങളാണെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സമയത്ത് അതിന് കൃത്യമായ രക്ഷകൾ നടത്തിയില്ല. കൂട്ടിൽ കയറട്ടെ എന്നുള്ളൊരു നിലപാടാണ് വനം വകുപ്പ് സ്വീകരിച്ചത്. മറ്റൊരു കൂട് സ്ഥാപിക്കാൻ ഇപ്പോൾ കടുവയെ, അതായത് ആദ്യം കടുവയെ കണ്ട ഇടുക്കി മേഖലയിൽ കൂട് സ്ഥാപിച്ചതിന് അവിടെ നിന്ന് 300 മീറ്ററോളം മാറിയാണ് ഈ കടുവ പിന്നീട് കണ്ടത്. അപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ രാവിലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് മറ്റൊരു കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടാനുള്ള ശ്രമം നടത്താമെന്നുള്ളൊരു കാര്യമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇതിനു ശേഷമാണ് വൈകുന്നേരത്തോടുകൂടി ഏകദേശം 5:30 കൂടിയാണ് ഈ ഒരു കടുവയെ മയക്കൂട് വെക്കാം എന്ന തീരുമാനത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നത്. ശേഷം ഒരു പ്രഹസനം എന്നതുപോലെ ഈ കടുവയെ നിൽക്കുന്ന ഭാഗത്തേക്ക് അവർ എത്തുന്നു. അവിടെ നിരീക്ഷണം നടത്തിയ ശേഷം 6:30 കൂടി ദൗത്യം വെളിച്ചപ്പുറം മൂലം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിന് അവർ പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് കടുവയുടെ പിൻകാലിന് പരിക്കുണ്ട്. ഈ പരിക്കുള്ളത് കൊണ്ട് കടുവ അധിക ദൂരം സഞ്ചരിക്കാനുള്ള ഒരു സാധ്യതയില്ല. ഈ ഒരു നിലവിലുള്ള ഒരു ചതുപ്പ് മേഖല കേന്ദ്രീകരിച്ച് തന്നെ ഈ ഒരു കടുവയുണ്ടാവും. ആ ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ നിലവിൽ ഇപ്പോഴും ഈ ദൗത്യം ഇത്തരത്തിൽ വലിച്ചു നീക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ ഒരു ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ആളുകൾ, അതായത് സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ആശങ്ക ഈ മേഖലയിൽ നിലനിൽക്കുമ്പോൾ പോലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാവുന്നില്ല. ഇനി ഇപ്പോഴാണെങ്കിൽ പോലും ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഓരോ അരമണിക്കൂർ ഇടവിട്ട് ഈ ഡ്രോൺ പറത്തുന്നു. അതിനുശേഷം ഡ്രോൺ പിൻവലിച്ചുകൊണ്ട് കടുവയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു വിശദീകരണം നൽകുന്നു. നിലവിൽ ഇപ്പോൾ ഈ ചതുപ്പിനപ്പുറത്തേക്ക് മറ്റു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൂടി ഇത്തരത്തിൽ ഒരു പരിശോധന നടത്താനാണ് നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ആ പരിശോധനയിലെങ്കിലും ഈ കടുവയെ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത്. അതിൽ ആ ഒരു പ്രതീക്ഷയുടെ ആളുകളും നിൽക്കുന്നത്. എന്തായാലും കടുവയെ ഇനിയും കണ്ടെത്താൻ സാധിച്ചില്ല, ഇന്ന് പിടികൂടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ജനകീയ പ്രതിഷേധം മേഖലയിൽ ഉടലെടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്.